ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ റെസിപ്പി ഒരു കേക്ക് റെസിപ്പിയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അതൊന്നും യൂസ് ചെയ്യുന്നില്ല, മൈദ യൂസ് ചെയ്യുന്നില്ല, ഗോതമ്പ് പൊടിയല്ല യൂസ് ആക്കുന്നത്. അതിന് പകരം നമ്മൾ റവ വെച്ചിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. ഈ കേക്കിൻ്റെ പേര് ഡം റൂട്ട് കേക്ക് എന്നാണ്. ഇത് സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, കായൽപട്ടണം തുടങ്ങിയ പ്രദേശങ്ങളിൽ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണിത്. അപ്പോൾ ഇതിനെ റോയൽ സ്വീറ്റ് എന്നും വിളിക്കും. കാരണം ഇത് നമ്മുടെ പ്യുവർ ഗീയിലൊക്കെ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാവേ. അതിനായിട്ട് 2 റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് റവ, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇതിപ്പോൾ ഗീയും ഓയിലൂടെ മിക്സ് ചെയ്താണ്. 1/4 കപ്പ് ഗീയും 1/4 കപ്പ് ഓയിലൂടെ മിക്സ് ചെയ്താണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഗീ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാൻ ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു ഫ്ലേവറിനായിട്ട് നമുക്ക് വാനില എസൻസ് യൂസ് ചെയ്യാം. ഇനി വാനില എസൻസിന് പകരം ഏലക്കായ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് നെയ്യ്, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന റവ ഉണ്ടല്ലോ, റവയൊന്ന് ഒരുപാടൊന്ന് റോസ്റ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്കെടുക്കാവേ. ഒരുപാടങ്ങ് ചുമന്ന് പോകുന്നിടം വരെ ഒന്നും റോസ്റ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് അത്ര മതിയാവേ. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്ര മതി. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര അതൊന്ന് പൊടിച്ച് എടുത്തിട്ട് വരാമേ. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാമേ. ഈ ഒരു സമയത്ത് നമുക്ക് വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, അതുകൂടെ ഒഴിച്ച് കൊടുക്കാം. അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ, ഗീയും ഓയിലിൻ്റെ മിക്സോടെ ചേർത്ത് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി, ഒരുപാടങ്ങ് മിക്സ് ചെയ്യണ്ട. ഇനി നമ്മൾ ഇത് നമ്മുടെ റോസ്റ്റ് ചെയ്തേക്കുന്ന റവയില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഇത്. ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ.
ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ വെച്ച് കൊടുക്കാവേ. ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്താണ്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വൺ 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാവേ. അപ്പോഴേ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്യണം നോക്കാം. ഞാൻ നല്ല തണുത്തിട്ട് കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഡം റൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തതാണ് ഇത്. അതാ ഒരു സൈഡ് പോർഷനാണ്. ആ സൈഡ് ഒന്നുകൂടെ ക്രഞ്ചിയാണ്. ഓൾറെഡി ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് നല്ല ക്രഞ്ചിയും പിന്നെ ഉൾഭാഗം നല്ല ചൂയി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.